ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് നമസ്കാരം. ജിയോ കിച്ചൺ ടൂർ വൈഫ്സ് എന്ന യൂട്യൂബ് ചാനൽ, കുക്കറി ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാധനം നമ്മുടെ മഷ്റൂമിൻ്റെയാണ്. മഷ്റൂം ഇപ്പോൾ കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഞാൻ കുറേയധികം തേടിയിട്ടാണ് കണ്ടുപിടിച്ചത്. പ്രത്യേകിച്ച് ബട്ടൺ മഷ്റൂം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ചൂട് കൂടുതലായത് കാരണമാണെന്ന് തോന്നുന്നു മഷ്റൂമിൻ്റെ പ്രൊഡക്ഷൻ ഇല്ല. ഏതായാലും കണ്ടു കിട്ടി. നമ്മുടെ കൂണാണ്. മഷ്റൂം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ കൂണെന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടി തുടങ്ങാം. ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ കൂണ്, ഇതിൻ്റെ മുകളിലുള്ള ഇത് കുറച്ച് വിഷമുണ്ടെന്നാണ് പറഞ്ഞത്. കുറച്ച് വിഷാംശം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നോരോന്ന് പൊളിച്ച് കളയാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ പൊളിച്ച് കളയാൻ അത്ര പ്രാക്ടിക്കബിൾ അല്ല. അപ്പോൾ അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇതിൽ കുറച്ച് മൈദ തൂവും. കൂൺ നാടനാണെങ്കിലും കഴിക്കുന്ന നല്ല പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ നാടൻ കഴിക്കാവുള്ളൂ. കാരണം അല്ലെങ്കിൽ വിഷാംശം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ കൈകൊണ്ട് ഒന്ന് ഞെരടുക. കൈകൊണ്ട് ഞെരടി കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്തെ ഈ തൊലിയിലുള്ള ഇതെല്ലാം ഇത് പോയി കിട്ടും. അതിലിത് കഴുകിയെടുക്കണം. ഞാനിത് കുറേ ദിവസങ്ങളായിട്ട് മഷ്റൂം തേടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും കിട്ടാനില്ലായിരുന്നു. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മഷ്റൂം മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ നന്നായിട്ട് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴച്ചിട്ട് ഇത് നമ്മൾ കഴുകണം. കഴുകി കഴിയുമ്പോൾ ഇതേമാതിരിയുള്ള കറുപ്പ് നിറമൊക്കെ ഉള്ള ഇതിൽ പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിത് കഴുകിയെടുക്കാം. നമുക്കിനി മഷ്റൂം ഒന്ന് മുറിച്ചെടുക്കാം. ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് ഡണ്ടൽ എന്ന് പറയും. ഇതിൻ്റെ സ്റ്റെമ്മ് ഒക്കെ കളയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് റെസ്റ്റോറൻറ്റുകളിൽ ഉണ്ടാക്കുന്ന കൂണിൻ്റെ അതേ രീതിയിലുള്ള റെസിപ്പിയാണ്. നമുക്ക് ഈ മഷ്റൂം കുറച്ച് മഞ്ഞൾ ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. 1 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ഈ സ്പാറ്റിൽ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. നമ്മുടെ കമൻസിൽ ഇത് റബ്ബറിൻ്റെ ആണെന്നൊരാൾ തെറ്റിദ്ധരിച്ചിരുന്നു എന്ന് തോന്നുന്നു. ഇത് റബ്ബറല്ല, ഇത് സിലിക്കോണാണ്. ഇത് നല്ല വിലയുള്ള സാധനമാണ്. സിലിക്കോണിൻ്റെയാണ്. ഇതെല്ലാ കുക്കിങ്ങിനും ഉപയോഗിക്കുന്നതാണ്. എത്ര ചൂടാക്കിയാലും ഇത് ഉരുവില്ല. ഇത് തീയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഉരുവില്ല. അങ്ങനെയൊരു സാധനമാണ് സിലിക്കോൺ. ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ മഷ്റൂം 1 മിനിറ്റ് തിളച്ച് കഴിഞ്ഞു. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് നമുക്ക് അരിച്ചെടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോഴത്തേനും ഒരല്പം ബട്ടറും ഓയിലും ചേർത്തിട്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. ഇത് അടുത്ത സ്റ്റെപ്പാണ്. കുറച്ച് നീളമുള്ള സ്റ്റെപ്പുകളാണ്. അല്പം ശ്രദ്ധിച്ച് കാണുക. എന്നാലും വളരെ സിമ്പിളാണ്, പ്രയാസമൊന്നുമില്ല. ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന മഷ്റൂം ഇടാം. ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇത്ര സമയം നിന്നില്ല, കുറച്ച് സമയം 1 മിനിറ്റ് അല്ല കൂടി വന്നാൽ 2 മിനിറ്റ് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പാനിൽ നിന്നും മഷ്റൂം കോരിയെടുത്തു. ഷാലോ ഫ്രൈ ആകുന്നതിന് ശേഷം അതാണിത്. ഷാലോ ഫ്രൈ ആക്കിയതാണ്. ഇനി നമുക്ക് കടി മസാല എന്ന് പറയും. ആദ്യമായിട്ട് ബേ ലീവ്സാണ്. നമ്മൾ വഴന ഇല എന്ന് പറയുന്ന ഇലയാണ് നമുക്ക് ഇടുന്നത്. ഇത് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഇല മാറ്റണം. ഈ വഴന ഇല ബേ ലീവ്സ് ഒരിക്കലും നമ്മൾ മിക്സിയിൽ അരയ്ക്കാൻ പാടില്ല. ഇനി ഒരു തരം ജാവിത്രി എന്ന് ഹിന്ദിയിൽ പറയും. നമ്മുടെ ജാതിപത്രിയാണ്. പിന്നെ നമ്മുടെ കറുവാപ്പട്ട, പട്ട,
പിന്നെ ഒരു 5-6 ഗ്രാമ്പു, പിന്നെ ഉള്ളത് നമ്മുടെ ബ്ലാക്ക് കാഡമാണ്. വെടി ഇലാച്ചി എന്ന് ഞാൻ പറയാറുണ്ടല്ലോ, കറുത്ത ഏലക്ക. അത് പൊട്ടിച്ചിടണം. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ സവാള ഇടുക. സവാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതായിട്ട് അരിയണമെന്നില്ല, കുറച്ച് വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല. സവാള ഇടുമ്പോൾ നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. ഇത് അധികം ഒന്നും വഴന്ന് വരണ്ട. ഇത് നമുക്ക് ഗ്രൈൻഡറിൽ ഇത് അരയ്ക്കാനുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ തക്കാളി ചേർക്കുന്നു. തക്കാളിയും വലുതായിട്ട് തന്നെ അരച്ചതാണ്, വലുതായിട്ട് കട്ട് ചെയ്തതാണ്. അതിൽ അല്പം തക്കാളിക്കും അല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർന്നാൽ തക്കാളി പെട്ടെന്ന് മെൽറ്റാവും. ഞാനിത് മൂടി വെക്കാം. തക്കാളി ഒരുവിധം മെൽട്ടായി തുടങ്ങി. കൂടുതൽ മെൽട്ടാവണ്ട, ഇത് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ ഇനി ഞാനൊരു 10-12 കാഷ്യൂ എടുത്തിട്ടുണ്ട്. കാഷ്യൂ പേസ്റ്റ് ആക്കണ്ട, നേരിട്ടിട്ടാൽ മതി. പിന്നെ ഇത് പച്ചമുളകുണ്ട്, ഒരു 3 പച്ചമുളകാണ് ഉണ്ടമുളക് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗാർലിക്ക് ഒരു 10-12 ക്ലോവ്സാണ് ഗാർലിക് ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ഇഞ്ചിയാണ്, ഫ്രഷ് ഇഞ്ചിയാണ്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ബേ ലീവ്സ് ഇതിനകത്തുനിന്ന് മാറ്റണം. ഇതൊരുവിധം പഴുത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ഗ്രൈൻഡർ അരച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് തണുക്കട്ടെ. തണുക്കുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാം. ഓയിൽ ഒഴിക്കുക, കുറച്ച് ബട്ടറും ചേർക്കുക. ബട്ടർ ഇതിനൊരു മസ്റ്റാണ്, ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ചൂടാകുമ്പോഴത്തേനും നമുക്ക് ജീരകം ഇടാം. ഒരു ടീസ്പൂൺ ജീരകം, ജീരകം ഏകദേശം പൊട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് കൊത്തി അരിഞ്ഞ സവാള ഇടാം. ഒരു മീഡിയമാണ് കേട്ടോ, മീഡിയം സവാളയാണ്. അപ്പോൾ ഉപ്പും ചേർക്കാം. ഇത് സവാളയ്ക്കുള്ള ഉപ്പ്. ഇനി ഒന്ന് ഞാൻ മൂടി വയ്ക്കാം, പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടട്ടെ. സവാള ഒരുവിധം വഴുതു തുടങ്ങി. ഇനി നമുക്ക് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഇതിനും അല്പം ഉപ്പിടണം. തക്കാളിക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റാവും. നമുക്കൊന്ന് മൂടി വെക്കാം, പെട്ടെന്ന് മെൽറ്റാവട്ടെ. അപ്പോൾ ഇനി നമ്മൾ ഇത് തണുത്ത് കഴിഞ്ഞു. തണുത്തതിന് ശേഷം
നമ്മൾ മിക്സി ജാറിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്യാം. നമ്മൾ ടൊമാറ്റോസ് മെൽറ്റായിട്ടുണ്ട്. അപ്പം നമ്മൾ ബാക്കിയുള്ള ബട്ടർ കൂടി ഇതിൽ ചേർക്കുകയാണ്. ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് ഇത് നമ്മൾ ഗ്രേവി ഗ്രൈൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇത് പിന്നീടാണ് ഇടുക. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഡ്രൈ മസാലകൾ ചേർക്കാനുണ്ട്. മഞ്ഞൾ ചേർത്തിട്ടുണ്ട് നേരത്തെ തന്നെ ധാരാളം. ഇത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. കാശ്മീരി മിർച്ചാണ്, കാശ്മീരി ചില്ലിയാണ്. പച്ചമുളകും ചേർത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ നമ്മൾ ചേർക്കാനുള്ളത് കസൂരി മെത്തിയാണ്. കസൂരി മെത്തി എടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് പൊടിയാക്കിയിട്ടിടണം. നമ്മുടെ മസാല വഴന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് മഷ്റൂം ചേർക്കാം. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മഷ്റൂമാണ്. ഇനി അല്പം ഗരം മസാല കൂടെ നമുക്ക് ചേർക്കാണ്ട്. ഗരം മസാല 1/2 ടീസ്പൂൺ ഗരം മസാല. ഈ പരിപാടി ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചു. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഈ ഗ്രേവിയിൽ തക്കാളിയുണ്ട്, പച്ചമുളകുണ്ട്, തക്കാളി, സവാള, അപ്പോൾ നമ്മുടെ മഷ്റൂം മസാല ഏകദേശം ആയിക്കഴിഞ്ഞു. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. മൂടി മാറ്റി ആവശ്യത്തിന് ഗ്രേവി ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഫ്രഷ് ക്രീം ചേർക്കാം. ഓപ്ഷണലാണ്, ഉള്ളവർ ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന് ഇളക്കി ചേർക്കാം. ഫ്രഷ് ക്രീമാണ്. അതിന് കളറൊക്കെ മാറിയിട്ടുണ്ട്. ക്രീം ചേർക്കുമ്പോൾ കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം.
നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയില ഉണ്ട്. ഈ മല്ലിയിലയുടെ കളറ് കുറഞ്ഞിരിക്കുന്നതിനൊരു കാരണമുണ്ട്. ഇത് ഫ്രഷാണ്, പക്ഷെ നമ്മൾ കട്ട് ചെയ്തിട്ട് വിഷം കളയാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് വിനാഗിരി വെള്ളത്തിൽ മുക്കി വെക്കും. അതിനുശേഷം നല്ല കഴുകിയെടുക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ മല്ലിയിലയ്ക്കകത്ത് മുഴുവൻ വിഷമാണ്. അതേപോലെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മഷ്റൂം മസാല ഇവിടെ പ്രിപ്പയർ ആയിരിക്കുകയാണ്. ഇവിടെ മുമ്പിൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇത് നിങ്ങളുണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തി, പൂരി ഇതിൻ്റെ കൂടെ, അതുപോലെ തന്നെ നമ്മുടെ പുലാവ് ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല ഇതാണ്. ഇത് ബോംബെ സ്റ്റൈലാണ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഇതാണ്. ഇത് ആർക്ക് വേണേലും പരീക്ഷിക്കാവുന്നതുള്ളൂ. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇനി ഇത്രയൊന്നും അല്ല ഇതുണ്ടാക്കി, ഇത് കൂടുതൽ ബാക്കിയുണ്ട്. ഇത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഇത്ര എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ പരിപാടി ഇതോടുകൂടി തീരുകയാണ്. പിന്നെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചേർക്കുന്നതായിരിക്കും. നിങ്ങൾ പോയി നോക്കണം. പിന്നെ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യണം. നിർബന്ധമായിട്ട് ഷെയർ ചെയ്യുക, ട്രൈ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഞാൻ പ്രത്യേകം പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ കൂടി ഈ മഷ്റൂം മസാല, കൂൺ മസാല ഇവിടെ തീരുകയാണ്. അപ്പോൾ നിങ്ങളോട് ഇവിടെ പറയുകയാണ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്, നമസ്കാരം.